നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UDF അണികളിൽ ആവേശം നിറച്ച് VM സുധീരൻ പഴയങ്ങാടിയിൽ. പ്രചാരണത്തിന് നേതൃത്വവുമായി CP ജോണും. SNDPയെ BJP പാളയത്തിലെത്തിച്ചു വീണ്ടും അധികാരത്തിൽ വരാമെന്ന ഉമ്മൻചാണ്ടിയുടെ മോഹം വെറുതെയെന്ന് കരിവള്ളൂരിൽ CPI നേതാവ് ബിനോയ് വിശ്വം. LDF കുഞ്ഞിമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പൊതുയോഗം കൊയ്യപ്പാറയിൽ CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിന് ഇരുവശങ്ങളിലും അനധികൃത പാർക്കിംഗ് വ്യാപകമാകുന്നു. COA പയ്യന്നൂർ നോർത്ത് മേഖല 10ാം സമ്മേളനം പെരുമ്പാ സ്റ്റീക്ക് ഹൌസിൽ C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തിരഞ്ഞെടുപ്പ് ചൂടിൽ വടക്കേ മലബാർ. പ്രചാരണം കൊഴുപ്പിച്ച് സംസ്ഥാന നേതാക്കൾ രംഗത്ത്. അണികളിൽ ആവേശം നിറച്ച് VM സുധീരൻ പഴയങ്ങാടിയിൽ. CPMന്റെ രാഷ്ട്രീയ ഫാസിസവും BJPയുടെ വർഗീയ ഫാസിസവും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന് സുധീരൻ. സാധാരണക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇതിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് BJP വർഗീയവൽക്കരണ ശ്രമം നടത്തുന്നത്. ഇത്തരക്കാരുടെ വർഗീയ അജണ്ടയ്ക്കെതിരായുള്ള വിധിയെഴുത്തായിരിക്കണം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പെന്നും VM സുധീരൻ പറഞ്ഞു. അവരുടെ വർഗീയ അജണ്ട ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പിലാവില്ല. അവരുടെ വർഗീയ അജണ്ടയ്ക്കെതിരായ ശക്തമായൊരു വിധിയെഴുത്തായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ സംഘപരിവാറും BJPയും വർഗീയ അജണ്ടയുമായി മുന്നോട്ട് പോകുമ്പോൾ വർഗീയ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇഷ്ടമില്ലാത്തവരെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുമ്പോൾ കേരളത്തിൽ അവർക്കിഷ്ടമില്ലാത്തവരെ ജീവിക്കാൻ അനുവദിക്കാത്ത CPMന്റെ നിലപാട് വളരെയേറെ വിലയിരുത്തേണ്ടതാണ്. BJPയുടെ വർഗീയതയുടെ പേരിലുള്ള ഭീകരതയും CPMന്റെ രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള ഭീകരതയും രണ്ടും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് കൃത്യമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കും. PP കരുണാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ, സതീശൻ പാച്ചേനി, KP നൂറുദ്ദീൻ, MP മുരളി, POP മുഹമ്മദ് അലി, MP ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, അൻസാരി തില്ലങ്കേരി, കാപ്പാടൻ ശശിധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. SNDP BJP ബന്ധത്തിന് വളം വെച്ചുകൊടുത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരാമെന്ന ഉമ്മൻചാണ്ടിയുടെ മോഹം വിലപ്പോവില്ലെന്ന് CPI നേതാവ് ബിനോയ് വിശ്വം. കരിവള്ളൂരിൽ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാർ ചിന്തിക്കുന്നത് സുനിശ്ചിതമായ LDF വിജയത്തിന് വേണ്ടി തങ്ങൾ സ്വന്തം പങ്കെടുക്കുന്ന കാര്യം ഒരു സത്യമാണ്. ഭരണനേട്ടങ്ങളെന്ന് ഉമ്മൻചാണ്ടി പറയുന്നതൊക്കെയും കളവാണെന്നും വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിച്ച് അധികാരത്തിലെത്താമെന്നത് അദ്ദേഹത്തിന്റെ വ്യാമോഹം മാത്രമാണെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. കരിവള്ളൂർ ബസാറിൽ നടന്ന ചടങ്ങിൽ CPIM നേതാവ് സതീശൻ അധ്യക്ഷനായി. K നാരായണൻ, MV അപ്പുക്കുട്ടൻ, മുകുന്ദൻ മാസ്റ്റർ, KV ബാബു, മാധവൻ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. LDF തിരഞ്ഞെടുപ്പ് പൊതുയോഗം അന്നൂരിൽ CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. KK ഗംഗാധരൻ അധ്യക്ഷനായി. ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും എന്താ പഞ്ചായത്ത് അവിടങ്ങളിൽ പോയിട്ടുള്ളവർക്കറിയാം. ആ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് അവിടുത്തെ ജാതി പ്രമാണമായുള്ള സ്വകാര്യ സ്വത്താണ്. ഇവിടെ
ആരൊക്കെ പഞ്ചായത്തിലേക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്? ഇടതുപക്ഷം ശക്തമായ സാന്നിധ്യം അറിയിക്കുന്ന സംസ്ഥാനങ്ങളിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുന്നത് വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണെന്നും എന്നാൽ കോൺഗ്രസും BJPയും ഭരിക്കുന്നിടത്തൊക്കെ സമ്പന്ന മത ജാതി നേതൃത്വമാണ് മത്സരരംഗത്തുള്ളതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ P. ജയരാജൻ അഭിപ്രായപ്പെട്ടു. KU രാധാകൃഷ്ണൻ, PP ദിവാകരൻ, PC ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KK ഗംഗാധരൻ അധ്യക്ഷനായി. അന്നൂർ അമ്പലം ജംഗ്ഷനിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ നിരവധി പേർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. BJPയുടെ വികൃതമായ മുന്നേറ്റത്തെ തടയാൻ കോൺഗ്രസ് നയിക്കുന്ന മതേതര ശക്തിക്ക് കഴിയൂവെന്ന് CP ജോൺ. പഴയങ്ങാടിൽ UDF പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു CMP സംസ്ഥാന സെക്രട്ടറി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയെ പിടിച്ചുകെട്ടാൻ CPMന് സാധിക്കുകയില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട രാഷ്ട്രീയ സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബംഗാളിൽ CPMന്റെ അടിത്തറ തകർന്നിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPMന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. BJPയുടെ വികൃതമായ മുന്നേറ്റത്തെ പിടിച്ചുകെട്ടാൻ കോൺഗ്രസ് നയിക്കുന്ന മതേതര ശക്തികളുടെ കൂട്ടായ്മയ്ക്ക് സാധിക്കൂവെന്ന് ഇന്ത്യയോട് വിളിച്ചു പറയേണ്ട തിരഞ്ഞെടുപ്പാണ് കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പെന്ന് CP ജോൺ പറഞ്ഞു. ഇന്ത്യ ഗുരുതരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഞാൻ ആരെയും ആക്രമിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല. CPMന് ഈ BJPയെ പിടിച്ചുകെട്ടാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാധിക്കുകയില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബംഗാളിൽ CPMന്റെ അടിത്തറ തകർന്നിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPMന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് BJPയുടെ വികൃതമായ മുന്നേറ്റത്തെ പിടിച്ചുകെട്ടാൻ കോൺഗ്രസ് നയിക്കുന്ന ഒരു മതേതര ശക്തികളുടെ കൂട്ടായ്മയ്ക്ക് മാത്രമേ സാധിക്കൂവെന്ന് ഇന്ത്യയോട് വിളിച്ചു പറയേണ്ട തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് എന്നതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. PP കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സജി ജോസഫ്, POP മുഹമ്മദ് അലി, KP നൂറുദ്ദീൻ, MP ഉണ്ണികൃഷ്ണൻ, KV രാമചന്ദ്രൻ, CP ഷിജു, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുപുഴ പഞ്ചായത്തിനെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്താക്കുമെന്ന വാഗ്ദാനവുമായി LDFന്റെ പ്രകടന പത്രിക. CPM ജില്ലാ കമ്മിറ്റി അംഗം V. നാരായണൻ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. ചെറുപുഴയിൽ LDF പ്രകടന പത്രിക പുറത്തിറക്കി. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും പഞ്ചായത്തിനെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്താക്കുകയും ചെയ്യുമെന്നും തൊഴിലുറപ്പ് പദ്ധതിയുടെ സേവനം എല്ലാ കർഷകർക്കും ലഭ്യമാക്കും. കിഴങ്ങുവിള കൃഷി പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രകടന പത്രിക പറയുന്നു. ചെറുപുഴ റോഡുകൾ നന്നാക്കുമെന്നും വാഗ്ദാനമുണ്ട്. CPIM ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം V. നാരായണൻ പത്രിക പ്രകാശനം നിർവഹിച്ചു. ഉണ്ണി പ്രശാന്ത് ഏറ്റുവാങ്ങി. C. കരുണാകരൻ അധ്യക്ഷനായി. KD അഗസ്റ്റിൻ, P. കൃഷ്ണൻ, KP ഗോപാലൻ, KM ഷാജി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. LDF കുഞ്ഞിമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പൊതുയോഗം കൊയ്യപ്പാറയിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളം പോലെയുള്ള അപൂർവം സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഈ അധികാര വികേന്ദ്രീകരണം ഫലപ്രദമായി നടപ്പാക്കുന്നത്. എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് കയ്യിലുള്ള അധികാരം, പണം, ഉദ്യോഗസ്ഥന്മാർ താഴെ തലത്തിലേക്ക് വിന്യസിച്ചത്. CV ദാമോദരൻ യോഗത്തിൽ അധ്യക്ഷനായി. P. മമ്മൂട്ടി, KJ പ്രകാശ് എന്നിവർ സംസാരിച്ചു. KV വാസു സ്വാഗതം ആശംസിച്ചു. യോഗത്തെ തുടർന്ന് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ ഹാസ്യ ഓട്ടംതുള്ളലും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തെയ്യമായി പൈതങ്ങളുടെ ആധിവ്യാധികൾ അകറ്റുന്ന രാജൻ പണിക്കർ പൊതുജീവിതത്തിലും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു. കാങ്കോൽ ആലപ്പടമ്പ് 1-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയാണ് രാജൻ പണിക്കർ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അറിയപ്പെടുന്ന തെയ്യം കലാകാരനാണ് M. രാജൻ പണിക്കർ. 5-ാം വയസ്സിൽ കർക്കിടകത്തിലെ ആടിവേടൻ കെട്ടിയാണ് തുടങ്ങിയത്. ഒറ്റക്കോലം, ചാമുണ്ടി, ഗുളികൻ, പൊട്ടൻതെയ്യം, ഭൈരവൻ, കുട്ടിശാസ്ത്രം തുടങ്ങിയ തെയ്യങ്ങൾ കെട്ടിയാടിയിട്ടുണ്ട്. 17-ാം വയസ്സിൽ കാങ്കോൽ കളരിക്കാൽ ഒറ്റക്കോലം കെട്ടി ചിറക്കൽ തമ്പുരാൻ്റെ കയ്യിൽ നിന്നും പട്ടും വളയും വാങ്ങിയാണ് പണിക്കറായത്. 15 വർഷം കുണ്ടേങ്കുവൽ ദിനേശ് ബീഡി കമ്പനിയിൽ തൊഴിലാളിയായിരുന്നു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പാർട്ടി തന്നെയാണ് 1-ാം വാർഡിൽ തീരുമാനിച്ചത്. അതുപോലെ ജനങ്ങളും നല്ല സഹകരണമാണ്. വീടാന്തരം കയറി നല്ലൊരു അഭിപ്രായമാണ്. അതുപോലെ തന്നെ എൻ്റെ പരമാവധി കഴിവിനനുസരിച്ച് നാട്ടിന് വേണ്ടി എല്ലാ സഹായവും ഞാൻ ചെയ്യും. 10 വർഷത്തിലേറെയായി പള്ളിമുക്ക് ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി സജീവ രാഷ്ട്രീയ രംഗത്തുണ്ട്. അച്ഛൻ കേളുപ്പണിക്കരും അമ്മ മാണിയുമാണ്. ഭാര്യ M. രമ. മക്കൾ തെയ്യം കലാകാരന്മാരായ റിജിൻ, രാഹുൽ. കടന്നപ്പള്ളി പാണപ്പുഴ 12-ാം വാർഡ് LDF സ്ഥാനാർത്ഥി TV സുധാകരന്റെ പ്രചരണാർത്ഥം പരിയാരം മെഡിക്കൽ കോളേജ് ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ഓട്ടോ റാലി സംഘടിപ്പിച്ചു.
അപ്പോൾ കള്ളപ്രചാരവേലകളാണ് UDFന്റെ ഈ തെരഞ്ഞെടുപ്പിലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളുടെ ഏറ്റവും ആശ്വാസകരമായി നടപ്പിലാക്കിയിട്ടുള്ള, ജനങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പെൻഷൻ പോലും അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ അല്ലെങ്കിൽ ഏറ്റവും കുത്സിതമായ ശ്രമമാണ് ഈ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കടന്നപ്പള്ളി ലോക്കൽ സെക്രട്ടറി ടി വി ചന്ദ്രൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. എം ഗോപാലകൃഷ്ണൻ, KV മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടപ്പഞ്ചാൽ തുമ്പോട്ട വഴി മെഡിക്കൽ കോളേജ് പരിസരത്ത് റാലി സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിന് ഇരുവശങ്ങളിലും അനധികൃത പാർക്കിംഗ് വ്യാപകമാവുന്നു. വാഹനങ്ങൾക്കും കാൽനട യാത്രികർക്കും ഇത് ദുരിതമാവുന്നു. കൊച്ചി റെയിൽവേ മേൽപ്പാലം മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ കാൽനടയായി യാത്ര ചെയ്യാമെന്ന് വെച്ചാൽ വലിയ പാട് തന്നെയാണ്. വാഹനമിടിച്ച് അപകടവും സംഭവിച്ചേക്കാം. സ്റ്റേഷൻ റോഡിന് ഇരുവശങ്ങളിലും ബൈക്കുകൾ പാർക്ക് ചെയ്തു തന്നെയാണ് കാരണം. ഇരുവശങ്ങളിലും ബൈക്കുകൾ കൊണ്ട് വേലി കെട്ടിയെന്ന് തന്നെ പറയാം. വർഷങ്ങളായി ഈ അവസ്ഥ തുടരുകയാണ്. വീതി കുറഞ്ഞ റോഡിൽ ഇങ്ങനെയുള്ള പാർക്കിങ്ങിനെതിരെ ശബ്ദിക്കാൻ ആരുമില്ല. അനുഭവിക്കുക തന്നെ ശരണം. സ്റ്റേഷന് മുന്നിൽ പാർക്കിംഗ് സ്ഥലത്ത് ഇനി സ്ഥലമില്ല. പണം കൊടുക്കാതെയുള്ള പാർക്കിങ്ങും നിയമം ലംഘിച്ച് തന്നെ. ട്രെയിൻ യാത്രികരുടെ വാഹനങ്ങളാണ് കൂടുതലും. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഏറ്റവും പ്രാധാന്യമുള്ള റോഡിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നം നിലനിൽക്കുന്നത്. റോഡിൽ കൂടി നടന്നു കഴിഞ്ഞാൽ റോഡിൽ കൂടി ഫുൾ വാഹനങ്ങളും, അതേപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ ഏരിയ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉണ്ടെങ്കിലും അവിടെ ഒരു ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ. അവിടെ ബാക്കിയെല്ലാം പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്ന കാരണം നമുക്ക് നടക്കാൻ പറ്റില്ല. അതാണ് മെയിൻ പ്രശ്നം. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപങ്ങളിൽ ഏക്കർ കണക്കിന് സ്ഥലം കാട് പിടിച്ച് കിടക്കുമ്പോഴാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുവാനായി അനധികൃത പാർക്കിംഗ് എന്ന കാര്യം തിരിച്ചറിയണം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വിദ്യാസഹോദയ CBSE സംസ്ഥാന കലോത്സവത്തിന് പഴയങ്ങാടിയിൽ തുടക്കമായി. എഴുത്തുകാരൻ PK പാറക്കടവ് ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞുണ്ണി മാസ്റ്ററുടെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്: ഗുരുവിനും ശിഷ്യനും മധ്യേ പാഠപുസ്തകം തടസ്സമായി നിന്നുകൂടാ എന്ന്. പഴയങ്ങാടി വാദിഹൂദ ക്യാമ്പസിൽ 6 വേദികളിലായാണ് മത്സരം നടക്കുന്നത്. 1500ഓളം കലാപ്രതിഭകളാണ് മത്സരത്തിൽ മാറ്റിറക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രശസ്ത പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മുഖ്യ അതിഥിയായി. മുഹമ്മദ് സാജിദ് PK, TM സഫിയ, S കമറുദ്ദീൻ, CP ഹാരിസ്, SAP അബ്ദുൽ സലാം, VK ഖാലിദ്, മഹമ്മൂദ് വാടിക്കൽ, AT വിനോദ് കുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. COA പയ്യന്നൂർ നോർത്ത് മേഖല 10ാം സമ്മേളനം പെരുമ്പാ സ്റ്റീ ഹൗസിൽ നടന്നു. C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ പത്തനംതിട്ടയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് പയ്യന്നൂർ നോർത്ത് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. രാവിലെ പതാക ഉയർത്തലോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. തുടർന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K വിജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ C കൃഷ്ണൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇങ്ങനൊരു മേഖലയിൽ ഒരു സ്വയം സംരംഭകത്വം, സ്വയം തൊഴിലിൻ്റെ ഭാഗമായിട്ടാണ് മിക്കവാറും ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. എങ്ങനെല്ലാം സ്വരൂപിച്ചുള്ള കുറച്ച് കാശൊക്കെ മുടക്കി, അല്ലെങ്കിൽ വായ്പ വാങ്ങിച്ച് ഇതിൽ മുടക്കി ഒരു സേവനം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അവരവരുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള ഒരു മാർഗം എന്ന നിലയിൽ കൂടിയാണ് മിക്കവാറും ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. COA നോർത്ത് സെക്രട്ടറി VM സഹദേവൻ, പയ്യന്നൂർ CPM ഏരിയ കമ്മിറ്റി അംഗം KK ഗംഗാധരൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ജയരാജ്, BJP ജില്ലാ കമ്മിറ്റി അംഗം K രമേശൻ മാസ്റ്റർ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, വ്യാപാരി വ്യവസായ സമിതി അംഗം V വിജയകുമാർ,
തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി രാജൻ പൊതുവാളിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ധനസഹായം പയ്യന്നൂർ MRCHന് വേണ്ടി ഡോക്ടർ VC രവീന്ദ്രൻ ഏറ്റുവാങ്ങി. തുടർന്ന് വിദൂഷകൻ സിനിമാ നിർമ്മാതാവ് CK ദിനേശനെ ആദരിക്കുകയും ചെയ്തു. COA പയ്യന്നൂർ നോർത്ത് മേഖല പുതിയ ഭാരവാഹികളായി മേഖലാ സമ്മേളന ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനത്തിലാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. പെരുമ്പാസ് ചീക്ക് ഹൗസിൽ നടന്ന COA പയ്യന്നൂർ നോർത്ത് മേഖല 10ാം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. രാജൻ KV പ്രസിഡന്റും പ്രസാദ് P വൈസ് പ്രസിഡന്റും സഹദേവൻ VM സെക്രട്ടറിയും രജീഷ് ബാബു M ജോയിന്റ് സെക്രട്ടറിയും ജയകൃഷ്ണൻ K ട്രഷററുമായുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി അനുശോചന പ്രമേയാവതരണം, പ്രവർത്തന റിപ്പോർട്ട് അവതരണം, വരവ് ചെലവ് കണക്ക് അവതരണം, സംഘടനാ റിപ്പോർട്ട് അവതരണം എന്നിവയും നടന്നു. യോഗത്തിൽ COA പയ്യന്നൂർ നോർത്ത് മേഖലാ പ്രസിഡന്റ് കലേഷ് കുമാർ VA അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് K ജയകൃഷ്ണൻ, സംസ്ഥാന ട്രഷറർ M രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് K പ്രമോദ്, സെക്രട്ടറി സജീവ് കുമാർ K, ബിജു കാമ്പ്രത്ത്, ദീപു MV, പ്രജേഷ് A എന്നിവർ സംബന്ധിച്ചു. കരിവള്ളൂർ ശിവക്ഷേത്രത്തിൽ മത്തവിലാസം കൂത്തിന് തുടക്കമായി. നവംബർ 15 വരെയാണ് കൂത്ത് നടക്കുക. കരിവള്ളൂർ ശിവക്ഷേത്രം കൂത്തമ്പലത്തിൽ ഇനി വൃശ്ചിക സംക്രമ തലേന്ന് വരെ മത്തവിലാസം കൂത്തിനാൽ ഭക്തിസാന്ദ്രമാകും. ഇടതു കൈയിൽ തൃശൂലവും പുറത്ത് പൊക്കുണ്ടവും മഷി എഴുതി ചായില്യം തേച്ച മുഖമീനുക്കി കീഴ്ത്താടി തൊട്ട് ചെത്തിപ്പൂമാലയണിഞ്ഞ് മഞ്ഞൾ പൊടി കൊണ്ട് ഗംഗാദേവിയുടെ രൂപം വരച്ചുണ്ടാക്കി കിരീടവും ധരിച്ച കപാലിവേഷം കുഴഞ്ഞ ചുവടുകളുമായി അരങ്ങിലെത്തിയതോടെ മത്തവിലാസം കൂത്തിന് തുടക്കമായി. പല്ലവ രാജാവായ മഹേന്ദ്ര പല്ലവ വിക്രമൻ 7ാം നൂറ്റാണ്ടിൽ രചിച്ച മത്തവിലാസം പ്രഹസനമാണ് മത്തവിലാസം കൂത്തിന്റെ അടിസ്ഥാനം. ഒരു മത്തവിലാസം കൂത്ത് പൂർത്തിയാകുന്നതിന് 3 ദിവസം വേണം. 1-ാം ദിവസം പുറപ്പാട്, 2-ാം ദിവസം നിർവഹണം, 3-ാം ദിവസം കപാലിവേഷം അരങ്ങിലെത്തും. ബ്രഹ്മഹത്യാ പാപം തീർക്കുവാനായി മധുപാനം നടത്തി ഭൂമിയിൽ സഞ്ചരിക്കുന്ന കപാലിയുടെ നൃത്തമാണ് മത്തവിലാസം കൂത്തിന്റെ സങ്കല്പം. സന്താനലബ്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധിക്കുന്നതിന് വഴിപാടായിട്ടാണ് മത്തവിലാസം കൂത്ത് കഴിപ്പിക്കുന്നത്. ഒരു വർഷം 22 മത്തവിലാസം കൂത്തുകളാണ് അരങ്ങേറുക. 16,500 രൂപയാണ് ഒരു കൂത്തിനുള്ള ചെലവ്. 2025 വരെയുള്ള കൂത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. കൊയിലാണ്ടിയിലെ മാണി നീലകണ്ഠ ചാക്യാരാണ് കൂത്ത് അവതരിപ്പിക്കുന്നത്. കലാമണ്ഡലം ഗോപിനാഥൻ നമ്പ്യാർ മിഴാവും സരസ്വതി നങ്ങ്യാരമ്മ പാട്ടുപാടുകയും ചെയ്യുന്നു. നവംബർ 15 വരെ മത്തവിലാസം കൂത്ത് ക്ഷേത്രത്തിൽ നടക്കും. 16-ന് വിരുത്തിക്കൂത്തോടെ കൂത്തുത്സവം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ദളിത് കുട്ടികളെ ചുട്ടുകൊന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് മാടായി പുലയൻ സമുദായ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ മാർച്ച് സംഘടിപ്പിച്ചു. പരിയാരം ബാലൻ ഉദ്ഘാടനം ചെയ്തു. ദളിത് സമൂഹത്തിന് നേരെ അനുദിനം അക്രമങ്ങൾ തുടർന്നു വരികയാണ്. ഇതിന്റെ ഉദാഹരണമാണ് കുരുന്നു കുഞ്ഞുങ്ങളെ ചുട്ടുകൊന്ന സംഭവം. ഇത്തരം സംഭവങ്ങൾ മതേതര ഭാരതത്തിന് ദോഷം ചെയ്യുമെന്നും സമരക്കാർ പറഞ്ഞു. എരുപുരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ കൂട്ടായ്മ പരിയാരം ബാലൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെയൊക്കെ തന്നെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്ത ഒരു പ്രത്യയശാസ്ത്രം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരായ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ദളിതരും ഒക്കെ തന്നെ ഇന്നും ആക്രമിക്കപ്പെടുന്നു എന്നത് പരിശോധിക്കപ്പെടേണ്ട കാലഘട്ടത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബാബു കുതിരുമ്മൽ അധ്യക്ഷത വഹിച്ചു. മുട്ടംപുരുഷു, VP സുഭാഷ്, മധു, രമേശൻ, വിജയൻ, സന്തോഷ് മൂലക്കീൽ, ഓമന തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള നവംബർ 26 മുതൽ 28 വരെ പിലിക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം ചന്ദേര BRCയിൽ നടന്നു. നവംബർ 26, 27, 28 തീയതികളിൽ കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിൽ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ കായികമേളയുടെ നടത്തിപ്പിനായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ചന്ദേര BRCയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് AV രമണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സൗമിനി കല്ലത്ത് അധ്യക്ഷയായി. 3 ദിവസങ്ങളിലായി കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിൽ നടക്കുന്ന കായികമേളയിൽ 7 സബ് ജില്ലകളിൽ നിന്നായി 1500ഓളം കുട്ടികൾ മാറ്റുരയ്ക്കും. മേളയുടെ വിജയകരമായ നടത്തിപ്പിനായി പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും DDE സൗമിനി കല്ലത്ത് ജനറൽ കൺവീനറും ചെറുവത്തൂർ AEO പ്രകാശ് കുമാർ കൺവീനറും
DEO ട്രഷററുമായുള്ള വിപുലമായ സംഘാടക സമിതിയും രൂപീകരിച്ചു. യോഗത്തിൽ റിപ്പോർട്ടർ KM ഒലിത, ചിറ്റാരിക്കൽ AEO ഹെലൻ, RDSGA സെക്രട്ടറി K വിജയകൃഷ്ണൻ, PP അശോകൻ എന്നിവർ സംബന്ധിച്ചു. പ്രശസ്ത നർത്തകി ദീപ്തി പാറമേൽ പയ്യന്നൂർ പുഞ്ചക്കാട് സെന്റ് മേരീസ് AUP സ്കൂളിൽ ഭരതനാട്യത്തെക്കുറിച്ച് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടത്തി. സ്പിക് മാക്കിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഭാരതീയ കലാ സാംസ്കാരിക പാരമ്പര്യത്തെ അറിയാനും ആസ്വദിക്കാനും കുട്ടികളെയും യുവതലമുറയെയും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യവുമായാണ് ഡൽഹി ആസ്ഥാനമായി സ്പീക്ക് മാക്ക് എന്ന സംഘടന പ്രവർത്തിക്കുന്നത്. പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുകളിൽ കലാകാരന്മാരെ കൊണ്ട് ക്ലാസ് എടുക്കുകയും ചെയ്താണ് പ്രവർത്തനം നടത്തുന്നത്. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1ാം റാങ്കും ഗോൾഡ് മെഡലോടെ ഭരതനാട്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയ അന്നൂർ സ്വദേശി ദീപ്തി പാറയിലാണ് ഭരതനാട്യത്തെക്കുറിച്ച് ഡെമോൺസ്ട്രേഷൻ നടത്തിയത്. നമ്മൾ യൂത്തിലേക്ക്, മെയിൻലി ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസിൽ പഠിക്കുന്ന കുട്ടികളിലേക്ക് ഈ നമ്മുടെ ആർട്സും, അതായത് ക്ലാസിക്കൽ ആർട്ട് കൾച്ചർ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ ഇത് നമ്മളെ ഭാരതത്തിൽ നിലനിൽക്കുള്ളൂ, ഇവരറിഞ്ഞാൽ ഇനി അടുത്ത തലമുറയിലേക്ക് വരുള്ളൂ എന്നുള്ളൊരു ഒരു വലിയ വിഷനോട് കൂടിയിട്ട് ഭരതനാട്യം മാത്രമല്ല എല്ലാ ആർട്ട് ഫോംസും ഉണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, കഥകളി, ഇതെല്ലാം ഈ സ്കൂൾസിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല ഞങ്ങൾ പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്ത് കാണിക്കും, ഇതെങ്ങനെ പഠിക്കണോ എല്ലാം. 1.5 മണിക്കൂറോളം നൃത്തം ചെയ്തും ക്ലാസ് എടുത്തും കുട്ടികൾക്ക് നാട്യത്തെക്കുറിച്ച് അറിവ് പകർന്നു. ഇനി കാണാം മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. വർഗീയ ഫാസിസം നേരിടുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്നും മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്കൊപ്പം അണിനിരക്കണമെന്നും സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ. ഈ അഭിപ്രായത്തിൽ പൊതുജനങ്ങളുടെ പ്രതികരണം. വർഗീയ ശക്തികളുമായിട്ട് അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും എല്ലാ വർഗീയതയോടും സന്ധി ചെയ്തു പോകുന്ന നിലപാടാണ് നമ്മുടെ രാജ്യത്തിനകത്ത്, പ്രത്യേകിച്ച് കേരളത്തിനകത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്ത് വലിയ വെല്ലുവിളിയായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വർഗീയത എതിർക്കാൻ വേണ്ടി കഴിയില്ല. ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിൽ ഇന്ത്യ രാജ്യത്തിനകത്ത് ഇന്ന് കാണുന്ന ദളിതർ, ആദിവാസികൾ, പിന്നോക്ക ജാതിക്കാർ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ഇടതുപക്ഷത്തിലാണ് ഈ വർഗീയതയ്ക്കെതിരെയുള്ള നിലപാടിൽ ശക്തമായിട്ട് അവരാണ് ഇതിന് മുൻകൈ എടുക്കുന്നതെന്ന ഒരു നിലയിലേക്ക് രാജ്യത്തിനകത്ത് പുതിയ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ല, ഹരിയാനയിലും മറ്റും ദളിതരെ കൊല്ലുന്നു, കുട്ടികളെ കൊല്ലുന്നു, ബീഫിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനൊക്കെ പ്രതികരിക്കാൻ കോൺഗ്രസിനല്ലാതെ മറ്റേ ഏത് പാർട്ടി ഇപ്പം പ്രതികരിച്ചിട്ടുള്ളത്? കോൺഗ്രസിന് മാത്രമേ ഈ മതേതരത്വം ഇന്ത്യയിൽ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു പാർട്ടിക്കും ആവില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുള്ളത്. ഇതിൽ വർഗീയത വളർത്താനേ സാധിച്ചിട്ടുള്ളൂ. അത് ഇനിയും കൂടുതൽ വർദ്ധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇന്നത്തെ നിലയിൽ കോൺഗ്രസ് സാധ്യമല്ല. 69 കൊല്ലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. 44 സീറ്റാണ് കേവലം കിട്ടിയത് ഇന്ത്യ രാജ്യത്ത്. 69 കൊല്ലത്തെ നേട്ടം ഇതിനെ എങ്ങനെ ഇപ്പോൾ നഷ്ടപ്പെടുത്താൻ സാധിക്കും? അവർക്കെങ്ങനെ വർഗീയത നിലനിർത്താൻ വേണ്ടി ചെയ്യാൻ കഴിയില്ല. കേരളം മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഇടതുപക്ഷത്തെ, ഇന്ത്യയുടെ മതേതരത്വം കാത്തുസൂക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനതയും ഇന്ത്യയിലെ ഇടതുപക്ഷം നിലനിൽക്കണമെന്നും ഇടതുപക്ഷത്തിന് മാത്രമേ മതേതരത്വവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് വിഷയങ്ങളെയും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും മതേതരത്വത്തിന് മേലെ കടന്നു വരുന്ന ഏത് ആക്രമണങ്ങളെയും ചെറുത്തു നിൽക്കുവാനും കഴിയുകയുള്ളൂ. ഇന്ന് നിരവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വർഗീയവാദികൾ നമ്മുടെ രാജ്യത്ത് കടന്നാക്രമിക്കാൻ വേണ്ടി പോകുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉൾപ്പെടെയുണ്ട്. നമ്മുടെ രാജ്യത്ത് നിരവധി അക്രമങ്ങളും കൊലപാതകങ്ങളും ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല. ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നത് ഇടതുപക്ഷം മാത്രമാണ്. അത് തന്നെയാണ് ഇവിടെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമായ സത്യം.
മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF അണികളിൽ ആവേശം നിറച്ച് VM സുധീരൻ പഴയങ്ങാടിയിൽ. പ്രചാരണത്തിന് നേതൃത്വവുമായി CP ജോണും. SNDPയെ BJP പാളയത്തിലെത്തിച്ചു വീണ്ടും അധികാരത്തിൽ വരാമെന്ന ഉമ്മൻചാണ്ടിയുടെ മോഹം വെറുതെയെന്ന് കരിവള്ളൂരിൽ CPI നേതാവ് ബിനോയ് വിശ്വം. LDF കുഞ്ഞിമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പൊതുയോഗം കൊയ്യപ്പാറയിൽ CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിന് ഇരുവശങ്ങളിലും അനധികൃത പാർക്കിംഗ് വ്യാപകമാവുന്നു. COA പയ്യന്നൂർ നോർത്ത് മേഖല 10ാം സമ്മേളനം പെരുമ്പ സ്റ്റീക്ക് ഹൌസിൽ C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.